ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു മോഡൽ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ദാ ഈ തുണി നൈറ്റി മെറ്റീരിയലിനെ ഇതുപോലെ മടക്കിയിട്ടത്, ആദ്യം നീളത്തിൽ മടക്കിയിട്ട് പിന്നെ ഇതുപോലെ വട്ടത്തിലൊന്ന് മടക്കിയിടണം. അപ്പോൾ ദാ ഇത് നമ്മൾ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത്, ഫോൾഡ് ചെയ്ത ഭാഗം. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്താനുള്ളതാണ്, എന്നിട്ട് മടക്കിയടിക്കാനുള്ള വശമാണ്. ഇനി നമ്മൾ ഇത് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇവിടേക്ക് ഒപ്പം വെച്ച് മടക്കിയിടുക. എന്നിട്ട് ഇനി ആദ്യം തന്നെ നമുക്ക് സ്ലീവിനുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ സ്ലീവിന് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്നും ഒരു മുകളിൽ നിന്നും താഴേക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ടേക്കും ഞാൻ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇതിൽ നിന്നും സ്ലീവ് എടുക്കണം. സ്ലീവ് ഇതിൽ എത്ര ചെറുതെടുക്കുന്നോ, ചെറിയ സ്ലീവ് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളിവിടെ ഫ്രണ്ടിൽ ഫ്ലീറ്റ് വരുന്നുണ്ട്. ഇത് പ്ലീറ്റ് ഇട്ടിട്ടുള്ളൊരു മോഡലാണ്. അപ്പൊ ഈ പ്ലീറ്റ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സ്ലീവ് എടുക്കണം. എന്നിട്ട് നമുക്ക് സ്ലീവിന് ലെങ്ത് കൂട്ടി കൊടുക്കാം. അപ്പൊ ഞാൻ അതിനായിട്ട് 6 ഇഞ്ചിലാണ് ട്ടോ അടയാളപ്പെടുത്തണേ. 6 ഇഞ്ച് സ്ലീവ് കൊടുത്തു, 6 ഇഞ്ച് ഇവിടെയും. അപ്പൊ ഇതൊരു ബോക്സ്. നമ്മളുടെ സ്ലീവ് ഇതിനുള്ളിലാണ് ട്ടോ. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കർവ് ചെയ്താൽ മതി. അപ്പൊ ഇതൊരു 2.25 ഇഞ്ചില് 2.25 ഇഞ്ചില് ക്യാപ്പ് കൊടുത്തു, കണ്ട. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് പോയി. ഇതാണ് നമ്മുടെ സ്ലീവ്. ഇവിടെ നിന്നും 2 ഇഞ്ച് അടയാളപ്പെടുത്തി. ആ 2 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചില്ലേ, ആ 2 ഇഞ്ച് ഇവിടെയും അടയാളപ്പെടുത്തണം. അല്ല, ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പൊ നമ്മളുടെ ഇത് ഒരു ബോക്സ് ആണല്ലോ. അപ്പൊ എന്നിട്ട് ഈ ഇത്രയും പോർഷനില്ലേ അതിങ്ങോട്ട് വെട്ടി മാറ്റണം. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു നൈറ്റിയാണ്. അപ്പൊ ദാ ഞാനിത് ഇവിടെ വരെ കട്ട് ചെയ്തിട്ടാ ഇതെടുത്ത് മാറ്റി. ഇനി ഇതിന്റെ സെന്റർ പോർഷൻ നമ്മൾ ഒന്ന് നോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവ് അങ്ങോട്ട് കട്ട് ചെയ്യാട്ടോ. സ്ലീവ് കട്ട് ചെയ്തു. അപ്പൊ സ്ലീവിന് നമുക്ക് വണ്ണം എത്രയാണോ അത് നമുക്ക് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചോ 6.5 ഇഞ്ചോ കൊടുക്കും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അളവാണല്ലോ, അതിനനുസരിച്ച് ചെയ്യാം. ലെങ്ത് അതുപോലെ നിങ്ങൾക്ക് എത്ര ഇഞ്ച് ലെങ്ത് ആണോ വേണ്ടത് അത് എടുത്തിട്ട് അത് ഈ ഷോൾഡറിന്റെ ഈ ഭാഗം മുതൽ, അതായത് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ ലെങ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ മടക്കി അടിക്കാനുള്ളതും കൂടി കൊടുത്താൽ മതി. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇവിടെ നമുക്കൊരു കൈക്കുഴിയുടെ ഷേപ്പ് വരണം. നമുക്ക് ആ സ്ലീവ് കൊണ്ടത് ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് കൈക്കുഴിയുടെ ഷേപ്പ് വരുത്താനായിട്ട് നമ്മൾ ഇവിടെ നിന്നും, നമ്മൾ എപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നൊരു റൗണ്ട് ഷേപ്പ് പോകില്ലേ, അതുപോലെ ഈ ഒരു പീസ് ഇവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമ്മുടെ ഈ പോയിന്റില്ലേ, ഇവിടെ നിന്നും ഒന്ന് വെറുതെ ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അടുക്കും. കണ്ടോ? ഇവിടെ നിന്നും ഒന്ന് വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇടണം കേട്ടോ. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? നമ്മുടെ കൈക്കുഴിയുടെ ഒരു ഷേപ്പ് വന്നില്ലേ. ഇനി ഇതങ്ങടെ ഷേപ്പിന്റെ ഭാഗമാണ്. നമ്മൾ ഇവിടെ നിന്നും ഷേപ്പ് കട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ കട്ടിങ്. അപ്പൊ നമുക്ക് ലെങ്ത് എത്രയാണോ ആവശ്യം അത് ഇവിടേക്ക് അടയാളപ്പെടുത്തണം. ഇതിന് ലെങ്ത് എടുക്കുന്നത് ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് താഴേക്ക് നമുക്ക് എത്ര ലെങ്ത് ആവശ്യമുണ്ടോ അത് ഇതുപോലെ ടേപ്പ് വെച്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താം. അപ്പൊ ഞാനൊരു 53.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ വെക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ പീസിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു ബ്ലാക്ക് പീസ് വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടു.
ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് ഇവിടുന്ന് മാറ്റിയ പീസിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ ഷോൾഡർ ഭാഗത്തേക്ക് എടുത്തത് എത്രയാണെന്ന് നോക്കണം. അപ്പൊ ഇത് നമ്മൾ 2 ഇഞ്ചാണ് എടുത്തത്. അതിൽ നിന്നും അരയിഞ്ച് ഇവിടെയും തയ്യൽ തുമ്പ് പോകില്ലേ, ബാക്കി 1 ഇഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പൊ 1-1.25 നമ്മൾ അടിക്കുന്നതനുസരിച്ച് ഒരു ചെറിയൊരു ഇതാ കിട്ടുക. അപ്പൊ ആ 1 ഇഞ്ച് കഴിച്ചിട്ടും എനിക്കൊരു 3 ഇഞ്ച് ഷോൾഡർ എങ്കിലും നമുക്ക് കൊടുക്കണം കേട്ടാ. എനിക്ക് നല്ല നിങ്ങൾ 3 ഇഞ്ചെങ്കിലും കൊടുത്തിരിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ 1 ഇഞ്ച് കഴിച്ചിട്ട് ബാക്കി 2 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. അപ്പൊ ആ 2 ഇഞ്ച് ഷോൾഡർ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ തുണിയെ ഇതുപോലെ മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് നെക്ക് അടയാളപ്പെടുത്തണം. നെക്കിന്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കുറച്ച് താഴേക്കും അടയാളപ്പെടുത്തിയാണ്. എന്നിട്ട് ഞാൻ നെക്കിന് കഴുത്ത് ഇറക്കം കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തി ഒരു ബോക്സ് ആക്കി. ഇതിനുള്ളിൽ നമുക്ക് എങ്ങനത്തെ നെക്ക് വേണമെങ്കിലും ചെയ്യാട്ടോ. ഞാനിപ്പോ സ്ക്വയർ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പൊ എനിക്ക് 3 ഇഞ്ച് ഷോൾഡർ വേണ്ടേ, അപ്പൊ ബാക്കി 2 ഇഞ്ച് ഇവിടെ, 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് പോകും. ഇനി എനിക്ക് 2 ഇഞ്ച് ഇവിടെ കിട്ടും. അപ്പൊ 1/2 ഇഞ്ച് ഇപ്പുറത്തും തയ്യൽ തുമ്പ് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 3 ഇഞ്ച് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടാ. ആ 3 ഇഞ്ച് താഴേക്കും അടയാളപ്പെടുത്താം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരക്കുക. അപ്പൊ ഇതിത്തിരി ഇവിടെ നിന്ന് നമുക്ക് അപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി ഇവിടെ നിന്നും ഈ 3 ഇഞ്ച് തന്നെ ഇറക്കം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി ഒരു ബോക്സ് ഉണ്ടാക്കാം. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു വലിയ സംഭവം പോലെ തോന്നും. പക്ഷെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. അപ്പൊ ഈ 5.5 ഇഞ്ച് ടോട്ടൽ, ഈ 5.5 ഇഞ്ച് ഇവിടെയും വന്നു. അപ്പൊ ഇത് കറക്റ്റ് ആണെന്ന് അറിയാനാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഒരു ബോക്സ് രൂപത്തിൽ കിട്ടിയില്ലേ. അതായത് നമ്മുടെ സാധാരണ നമ്മൾ കഴുത്തടിക്കുമ്പോൾ 2.5 ഇഞ്ച് കഴുത്തകലം കൊടുത്തു. ആ കഴുത്തകലം താഴേക്ക് കൊടുക്കണം, എന്നാലേ നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. ആ ലെങ്ത്, കഴുത്തിന്റെ ലെങ്ത് അടയാളപ്പെടുത്തി ഞാൻ സ്ക്വയർ ആണ് കൊടുക്കുന്നത് കഴുത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ ആവശ്യമുണ്ട്. ഷോൾഡർ ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ആ 1 ഇഞ്ച് കഴിച്ചിട്ട് ബാക്കി 2 ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ച് കൊടുത്തു, എന്നാലല്ലേ നമുക്ക് 2 ഇഞ്ച് കിട്ടുള്ളൂ. അപ്പൊ ആ 3 ഇഞ്ച് കൊടുത്ത് ആ 3 ഇഞ്ച് ഇങ്ങനെ തന്നെ ഒരു ബോക്സ് ആക്കി എടുത്തു. ഇവിടെയും 3 ഇഞ്ച്, ഇവിടെയും 3 ഇഞ്ച്, അങ്ങനെ കൊടുത്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു ബോക്സ് കിട്ടി. അപ്പൊ നമുക്ക് ഇത് ഒരു പീസല്ലേ ഉള്ളൂ. ഇങ്ങനെ മറിച്ചിടുമ്പോ നമുക്ക് 2 ഭാഗവും വരണമല്ലോ. ഇത് തന്നെ ഇപ്പുറത്തും വരും. അപ്പൊ ഇതുപോലത്തെ ഒരു പീസ് കൂടി എടുക്കണം. ഈ ഫ്രണ്ടിലേക്ക് മാത്രം ഉണ്ടാ. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ ഒരു പീസ് കൂടി ഇവിടെ നിന്ന് എടുക്കണേ. അപ്പൊ നമ്മള് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇത് ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരേ ലെവലില് കഴുത്ത് കട്ട് ചെയ്യണേട്ടാ. നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ബാക്കിലേക്ക് വേണമല്ലോ. ഇത് ഞാൻ ഫ്രണ്ടിലേക്ക് 2 പീസ് ആയിട്ട് എടുത്തതാണ്. ഇനി ഇത് തന്നെ നമുക്ക് ബാക്കിലേക്ക് വേണം. അപ്പൊ ഞാൻ ബാക്കിൽ ഈ പീസ് തന്നെയാണ് എടുക്കുന്നത്. ഇതിൽ നിന്നും അല്പം ഇതുപോലെ മടക്കി, ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുത്ത കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ പീസാണേ. അതിങ്ങനെ വെച്ചു. ഈ അളവിലേക്ക് അത് എടുക്കണേനെ. അപ്പൊ ഈ അളവില് കട്ട് ചെയ്തെടുക്കാട്ടാ. കറുപ്പ് 2 പീസ് ഉണ്ട്, ഇത് 2 പീസ് ഉണ്ട് കേട്ടാ. ഇനി ഇതിന്റെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടും 4 പീസ് ടോട്ടൽ ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ ബ്ലാക്ക് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തില്ലേ, അത് ഇതുപോലെ ഒപ്പം വെക്കണം കേട്ടാ. രണ്ടും മുകളിലായിട്ട് വെച്ചു കൊടുക്കണേ, ഇതുപോലെ. എന്നിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരണം കേട്ടാ. ഇനി ഇവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇപ്പുറത്തേക്ക് മറിച്ചിടണം.
ഇനി ഇതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ ഇതിന്റെ മെയിൻ പീസ് എടുക്കണം കേട്ടോ. ഒരെണ്ണം ഷോൾഡറിന്റെ ആ ഭാഗത്തുണ്ടായ ജോയിന്റ് ഉണ്ടല്ലോ, അതൊന്ന് വിടിയിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്നും ഒരു പീസ് എടുക്കണം. നമ്മൾ തുണി ഇതുപോലെ എടുത്ത്, തുണി ഇതുപോലെ നമ്മൾ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണല്ലോ വരേണ്ടത്. ഈ ഷോൾഡർ നമുക്ക് ഇവിടെ ജോയിന്റ് വരണം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കണം. അതായത് കൈക്കുഴി ഇപ്പുറത്തേക്ക് തിരിച്ചു വെക്കുക, ഉൾഭാഗം. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഈ കട്ടിങ് ഇല്ലേ, നമ്മുടെ ഈ കട്ടിങ് ഇതിന്റെ ഈ ഭാഗത്തായിട്ട് വരണം. ഇതിങ്ങനെ തയ്ച്ചു വരുമ്പോൾ ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വന്ന് കുത്തണം അല്ലെ സൂചി. എന്നിട്ട് ഇങ്ങോട്ടേക്കാണ് വരിക. അപ്പൊ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ ഈ ഒരു പോയിന്റ് വരുന്ന വിധത്തില്, അതായത് നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഇവിടെ വരണം. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇതിന്റെ വരേണ്ടത് ഇവിടെയാണ് ഇല്ലേ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുനിപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് നോക്കുക, കണ്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ ചിലപ്പോ ഇത് ഇത്തിരി മുകളിലേക്ക് കയറ്റി പിടിക്കണം കേട്ടാ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അത് നമ്മൾ തയ്ക്കുമ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഒപ്പം വന്നു. അപ്പൊ അവിടെ നിർത്തി വെക്കുക, കണ്ട. ഇനി ഈ തുണിയെ ഇതുപോലെ തിരിക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് തിരിച്ചു വെക്കുക. അപ്പൊ നമ്മൾ നോട്ടിട്ട ഭാഗത്ത് നിന്നും ചുരുക്കുകൾ ഇടാൻ ഒരു പ്ലീറ്റ് കൊടുക്കണം കേട്ടാ. എന്നിട്ട് ഇവിടെ വരുമ്പോ ഇതുപോലെ ഒന്ന് നോട്ടിട്ട് കൊടുക്കണം കേട്ടാ ഈ തുണിയില്. എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു കിട്ടില്ല. ഷോൾഡർ ഒരു ഇത്തിരി മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിന് മുകളിലൂടെ പതിച്ചടിക്കണം. ഇനി പതിച്ചടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസ് വെച്ച് കൊടുക്കണം. ഞാനൊരു ലൈസ് വെച്ച് കൊടുക്കണ്ടേ. അപ്പൊ ഇതുപോലെ കിട്ടി, കണ്ട. നല്ല ഭംഗിയിൽ പ്ലീറ്റ് ഒക്കെ കിട്ടിയതണ്ട. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടാ. നമ്മളിപ്പോൾ ബാക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ പീസ് തന്നെയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുത്തു. നമ്മൾ ഇവിടെയൊക്കെ ഓരോ നോട്ടിട്ട് കൊടുത്തതാണല്ലോ ഉള്ളില്. അപ്പൊ അതൊന്നും വിട്ടുപോകാതിരിക്കാൻ അതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ പീസ്, ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ഷോൾഡറുകൾ ജോയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കഴുത്തിറക്കാൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടാ. പിന്നെ ബാക്ക് കഴുത്ത് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെട്ടിയെടുത്തതിന് ശേഷം എന്താണ് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ആയിട്ട് കട്ട് ചെയ്യുക. ഓക്കെ. ഇനി ഇത് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് ഇതുപോലൊരു പീസ് വെച്ച് കൊടുക്കാം. സ്ലീവ് എടുക്കുക. എന്നിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എടുത്ത തുണിയില്ലേ, നമുക്ക് ഇറക്കം എന്തോരം കൂട്ടണോ അതിനനുസരിച്ച് എടുക്കട്ടെ. ഇതിപ്പോൾ 3 ഇഞ്ച് ഉണ്ട് വീതി. എന്നിട്ട് അത് ഞാൻ 1.5 ഇഞ്ചാക്കി മാറ്റിയാണ്, അതായത് മടക്കി എടുത്തു. എന്നിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തു. എന്നിട്ട് നേരെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇത് ഇങ്ങോട്ടേക്ക് നിവർത്തുക. എന്നിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് പതിച്ചടിക്കുക. ഇതിന് ഒരു ലൈസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്തില്ല. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം.
ഇതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് താഴേക്ക് അടിക്കാം. ഇതുപോലെ മുകളിലേക്കും സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ വണ്ണം എത്രയാണെന്ന് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും വണ്ണം അടയാളപ്പെടുത്തുക. ഞാൻ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇതുപോലെ താഴേക്ക് അടിച്ചു വരിക. താഴെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടെയാണോ ലെങ്ത് വേണ്ടത് അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് ഇതുപോലൊന്ന്, അപ്പം ആ ഒരു മടക്ക് ഇവിടെ വരില്ലേ, അതിലേക്ക് ഇതുപോലൊന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ സ്ലീവൊക്കെ ഇതുപോലെയാണ് ചെയ്തത്. അപ്പോൾ ഈ ലൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.